ഇന്ന് നമ്മള് വന്നിട്ടുള്ളത് നമ്മള് വണ്ടർലയിലാണ്. നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് വന്നപ്പോൾ തന്നെ നല്ല അടിപൊളി മഴയാണ്. അങ്ങനെ നമ്മൾ അകത്തെത്തിയിട്ടുണ്ട്. ഭയങ്കര മഴ കാര്യങ്ങളൊക്കെ ആട്ടോ. ഹായ് നമ്മുടെ കുഞ്ചുണ്ട് കൂടെ, ഹനുമാൻ പെയിന്റ് കുഞ്ചു. വണ്ടർല ഏറെക്കുറെ എൻ്റെ വീടിൻ്റെ അടുത്താട്ടോ. അപ്പൊ ഞാൻ നേരത്തെ ചെറുപ്പത്തിൽ കടയിൽപ്പ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നേ. അവിടെ ഉള്ള എല്ലാ വർഷവും നമ്മളിവിടെ ട്രിപ്പിനായിട്ട് വരും. നമ്മുടെ കൂടെ ഉള്ളവരൊന്ന് പരിചയപ്പെടുത്താം. KP and KP ഫാമിലി. 10 വർഷം പറഞ്ഞോ നീ? ഞാൻ അവരെ പരിചയപ്പെടുത്തിയില്ല. അങ്ങനെ നമ്മൾ ലോക്കർ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ വേണ്ടി പോവാണ്. ഇവിടെയാണ് നമ്മുടെ ബാഗ് കാര്യങ്ങളും അതുപോലെ തന്നെ ഡ്രസ് ചേഞ്ച് റൂംസ് ഒക്കെ. നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ട് ഇവിടുന്നൊക്കെയുള്ള വ്യൂ ഭയങ്കര ഇതിലും വ്യൂ ആണ്. ലോക്കർ തപ്പിക്കൊണ്ട് നടക്കണം. നമ്മളിപ്പോ ഗോദ സിനിമയിലെ ഇവന്മാര് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് റൈഡുകളിൽ കയറാൻ വേണ്ടി പോവാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ഓരോ റൈഡിലും കയറാൻ വേണ്ടി പോവാണ്. ഫസ്റ്റത്തെ റൈഡ് നോക്കണം. ഈ സാധനത്തിനാണ് നമ്മൾ ആദ്യം കയറാൻ വേണ്ടി പോണേ. എയർ റേസ്. കമോൺ. കറക്റ്റ് ഞങ്ങളുടെ വന്നപ്പോഴേക്കും അടച്ചു. ഗൈസ് അടുത്ത് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. ഒന്നെങ്കിൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റത്തെ വ്ളോഗായിരിക്കും എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഗൈസ് അങ്ങനെ നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ടാറ്റ. യെസ് അങ്ങനെ നമ്മൾ ആദ്യത്തെ റൈഡിൽ കയറി. കിടിലം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വിഷയം. നമ്മൾ അടുത്ത റൈഡിട്ട് പോകാൻ വേണ്ടി പോവാണ്. അടുത്ത നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് கொஞ்சம் പേടിയാണോ? പവർ. എന്റെ മോനെ സ്ഥലം ഇറങ്ങി മനുഷ്യന്റെ ഉപ്പട കളിക്കും. റീകോയിൽ നമ്മളിപ്പോ 2 ഫിനിഷ് ചെയ്തു. അവിടുത്തെ 2 സാധനങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കുഞ്ചു എങ്ങനെയുണ്ട്? കുഞ്ചു കുഞ്ചിന്റെ ഉപ്പട കളിക്കുന്നുണ്ട്. ബെൻസിനൊപ്പം ചത്തേനെ. ഗൈസ് നമ്മള് റീകോയിൽ കയറാൻ നേരത്ത് ഭയങ്കര തിരക്കായ കാരണം നമ്മളിനി വേറെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കയറാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു റൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കിട്ടില്ല. കുഞ്ചു എങ്ങനെയുണ്ടായിരുന്നു? കുഞ്ചു ഇത്ര എണ്ണത്തിൽ കയറിയിട്ട് കുഞ്ചു ഒന്നാമത്തെ കയറിയപ്പോൾ തന്നെ കട്ടായി. ഇതിപ്പോൾ മനഃപൂർവ്വം നടക്കണല്ലേ ഇത്? ഇങ്ങനെ ആടി കഴിക്കാൻ പോവാം. ഇങ്ങനെ എന്തായാലും ഇങ്ങനെ ഇവിടെ കുറേ കഴിവുള്ളവർ അവരുടെ കലകളൊക്കെ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാണ്. കണ്ടോ ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഈ കാണേണ്ട ഫുഡ്. ഇതിനകത്ത് നമുക്ക് ബീഫുണ്ട്, ചിക്കനുണ്ട്, സലാഡ്സ് ഉണ്ട്, ചോറുണ്ട് കേട്ടോ. ലൈറ്റ് കാരണം കുറച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അടുത്ത റൈഡിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഗൈസ് നമ്മൾ 350 രൂപയ്ക്ക് വെള്ളത്തിലൊക്കെ പോകാൻ നേരത്തെ ഫോണൊന്നും പറ്റാതിരിക്കാനുള്ളൊരു കവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. റീകോയിൽ ഞാൻ കയറാൻ വേണ്ടി നോക്കി, പക്ഷേ ഭയങ്കര തിരക്കാണ്, ആരും കയറാൻ പറ്റിയിട്ടില്ല. ഗൈസ് നമ്മളങ്ങനെ റീകോയിൽ കയറാൻ വേണ്ടി പോവാണ്. ഇന്ത്യൻ്റെ കഞ്ഞി റീകോയിലാണ്. കഞ്ഞി റീകോയിൽ ഫസ്റ്റ് ടൈം. അത് കഴിഞ്ഞിട്ട് എക്സ്പ്രഷൻ കാണാം. ബാക്കി ബിഫോർ ആഫ്റ്റർ. ഗൈസ് കുഞ്ചു
എങ്ങനെയുണ്ട് സിഗുട്ടാ? ഇത് അവിടെ നിന്ന് വരുമ്പോണ്ടല്ലോ ഒരു സാധനമുണ്ട് നമ്മുടെ നെഞ്ചത്തേക്കൂടെ ഒരു സാധനം പോകും. പക്ഷെ വിഷയം സാധനം കേട്ടോ ഗൈസ്. ഇത് പുതിയതായിട്ട് കാണുന്ന സാധനം കേട്ടോ. ഇത്ര നാളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പുതിയൊരു റൈഡാണ്. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് വന്നത്. വലിയ ആള് ഗൈസ്. അങ്ങനെ നമ്മൾ റീകോയിൽ കയറി. അപ്പം അടുത്തതായിട്ട് ഇതേ പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്തോട്ട് കയറാൻ വേണ്ടി പോവാം. എടാ കുഞ്ചു എങ്ങനെ ഉണ്ടായി? കുഞ്ചുവിന്റെ എക്സ്പീരിയൻസ് ആണ് അറിയണ്ടേ. ഇവ രാവിലെ തൊട്ട് കട്ടാണ് കുഞ്ചു. ഇവിടെ ഈ ഒരു റൈഡിൽ കയറാനുള്ള ഇൻസ്ട്രക്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കയറിയിട്ട് കിട്ടുന്ന സാധനം കേട്ടോ. എൻ്റെ പൊന്നോ വിഷയ സാധനം. ഇതേ ഞങ്ങളുടെ കൂടെയുള്ള കുഞ്ചുണ്ടല്ലോ, അതേ വാള് വെക്കാനായിട്ട് ഓടുന്നു കേട്ടോ. ഗൈസ് ഇനി നമ്മൾ അടുത്ത് കയറാൻ പോണ ഇത്. പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ ആരും കാണാനില്ലാത്ത കാരണം കയറ്റോന്ന് അറിയാൻ പാടില്ല. ഇതിനകത്ത് കയറ്റോ ഇനി ഇത്ര വരെ സിമ്പിൾ സിമ്പിൾ. നമ്മൾ കയറുമ്പോൾ തന്നെ തീർന്നു പോയി. നമ്മൾ ഈ നെക്സ്റ്റ് കയറാൻ പോകുന്നത് സ്പേസ് ഗൺ. കുഞ്ചു സ്പേസ് ഗണ്ണിൽ കയറണ്ടോ? കുഞ്ചു വന്നപ്പോൾ തന്നെ ഡൗൺ ആയി. പക്ഷെ ഇവിടെ ആള് കുറവാന്ന് തോന്നണേ. ഏറ്റവും അറിയണ്ട എത്ര പേര് വെച്ച് ഈ ഒരു സാധനം കിഡിലൻ സാധനം. പവറല്ലേ? സൂപ്പർ സൂപ്പർ. ഇവിടെ തവളയുണ്ട്, തവള. ഗൈസ് അങ്ങനെ സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ്. അങ്ങനെ നമ്മുടെ വാട്ടർ റൈഡൊക്കെ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഒന്നും കൂടി നമ്മുടെ ലൈൻ റൈഡിലൊക്കെ കയറാൻ വേണ്ടി പോകണത്. കണ്ടോ കുഞ്ചു കയറണില്ലേ? ഇപ്പോൾ സമയം 7 മണിയാവാറായി. നമ്മളിപ്പോൾ അത്യാവശ്യം കുറേ റൈഡിലൊക്കെ കയറി നമ്മളിത് റിട്ടേൺ പോകാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ DJ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്ക് DJക്കും കയറാം. ഗൈസ് ലാൻഡ് റൈഡിൽ തോറ്റ വിഷമത്തിൽ ബാക്കി പറഞ്ഞ മോൺസ്റ്റർ നമ്മൾ ഗോപികമായി തന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറി പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമ്മുടെ DJ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഗൈസ് ഇവിടെ ഒരു ഗെയിമുണ്ട്. ഈ ബാക്കറ്റിൽ നമ്മൾ ബോള് എറിഞ്ഞു കഴിഞ്ഞാൽ അതേ ഈ പാവക്കുട്ടികളൊക്കെ നമുക്ക് കിട്ടും. ഇതിനകത്ത് ഒരു പാവക്കുട്ടീനെ കേട്ടോ, അല്ല അല്ല കീപ്പ് എറിയ കീപ്പിൻ്റെ ഓറാണ് ഈ 250 രൂപ. എറിയടാ കേപ്പി. അങ്ങനെ കേപ്പി എറിയാൻ വേണ്ടി പോവാണ്. കറുപ്പ കളർ കേട്ടോ. ഓക്കെ അവിടെ മുത്തി ടെൻഷനായില്ല. ഫോക്കസ് ഫോക്കസ്. പറഞ്ഞിട്ട് സെലക്ട് ചെയ്യേ.
ഏത് പാവ ഉണ്ടെന്ന് ഗ്രേഡ് അടുത്തതായിട്ട് എൻ്റെ അനിയൻ ഗൗതം കൃഷ്ണ. വീണ നീ 150 രൂപ തന്നെ കേട്ടോ. അന്ന് വെച്ചാ സാധനം കിട്ടിയ 150 നീ തന്നെ ശരിട്ടാ വരണടാ. ചേട്ടാ ബ്രോ സ്റ്റുഡന്റ് 150 കളയുന്നതാ. ശ്രീകൂടെ ഓറാണെങ്കിൽ ഓറാ 150 രൂപ. ഞാൻ പറഞ്ഞ കളിക്കാം. സ്പിന്നറിന് കളയുക സെന്ററിലിട്ട് തന്നെ മുറ്റേ വേണ്ട ഈ കുഞ്ഞു കളി അന്ന് കുഞ്ഞോട് കളിക്കേ എന്തായാലും കാശ് പോയി. കുഞ്ചു കൊള്ളാടാ 500 രൂപ എൻ്റെ 500 രൂപ എൻ്റെ. താങ്ക്സ് ഗൈസ്. അങ്ങനെ 500 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഈഗോ ഹട്ടായതിൻ്റെ പേരിലാണ് 500 രൂപ പോയത്. അത് പോയാൽ നമ്മൾ കോട്ടയിൽ നിന്ന് വയ്ക്കും. പക്ഷെ നല്ല വിഷമമുണ്ട്. കുഴപ്പമില്ല, 500 രൂപ പോയി. 500 രൂപയ്ക്ക് എത്ര ഏത്തപ്പഴം മൈന്നില്ല പറഞ്ഞു. ഇവിടെ കൊടുക്കാത്ത മോട്ടിവേഷൻ കാരണമാണ് എൻ്റെ 500 രൂപ. ഇവന് കഴിവില്ലാത്തത് ഞങ്ങളുടെ കുറ്റം. ഞാൻ ഓരേലും വീഴ്ചു. സ്പിന്ന് എൻ്റെ ലെഗ് സ്പിന്ന് ശരിക്കും ദൂസറായിരുന്നു അറിയണ്ടേ. നീ എപ്പോഴും എന്തിനാ 500 രൂപ കാര്യം പറയണം? അത് പോയില്ലേ, തീർന്നത്. 500 രൂപയ്ക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടല്ലോ, എൻ്റെ സ്പിന്ന് കറക്റ്റായില്ല, അതിനകത്ത് കുത്തി 2 എണ്ണം പുറത്തിട്ട് പോയി. ഇത്രയും വലിയ ബുക്കൊക്കെ ഉണ്ടായിട്ട് കളിക്കൊടുക്കുന്നുണ്ടോ കടയൊക്കെ കയറിയിട്ട് നാണുണ്ടോ? അങ്ങനെ കേപ്പിക്ക് എറിഞ്ഞത് ഈ പാവക്കുട്ടീനെ കിട്ടി. കഴിവുള്ളവർക്ക് കിട്ടും. അതെ അതെ, അങ്ങനെ എൻ്റെ 500 രൂപ പോവുകയും ചെയ്തു. ഈ കുഞ്ഞു ഇതന്നെ അവിടെ നിന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞു ബുക്ക് വാങ്ങാൻ പോണോ? ഈ കുഞ്ഞു ബുക്ക് വാങ്ങിയാണ്. പേര് വായിക്കാറിയില്ല. ഏതാ പേര്? കുഞ്ചു ഇപ്പൊ മറ്റേ അനിമിയ കണ്ടാൽ ഇപ്പൊ ജപ്പാനൊക്കെ ഇപ്പൊ മണിയായിട്ട് പറയും. ഏതാ 500 രൂപ വിഷമം മാറിയിട്ടില്ല. എപ്പോഴാണ് എടി പോവാം? മറ്റേ ബുക്കോ റാംകോ എടാ അവര് പോയടാ വാടാ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനിയും ഇതോട്ട് വ്ളോഗൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ ഓക്കെ ബൈ.